ബൺ ദോശയും ഗാന്ധി സമ്മന്തിയും. ബൺ ദോശ അത്ര അങ്ങോട്ട് ട്രഡീഷണൽ അല്ല, ഹോട്ടൽ കൾച്ചറൊക്കെ വന്നതിന് ശേഷം ഉണ്ടായ ഒരു വിഭവമാണ്. പക്ഷെ ഗാന്ധി സമ്മന്തി അല്ലെങ്കിൽ കാന്തി സമ്മന്തി എന്ന് വിളിക്കുന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു ചമ്മന്തി പാലക്കാടൻ സ്പെഷ്യലാണ്, വളരെ ട്രഡീഷണൽ ആണ്. ഇത് രണ്ടും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ നോക്കിയപ്പോൾ അടിപൊളിയാണ് കേട്ടോ. നമസ്തേ, ഞാൻ ധന്യ, ഇത് വെജ് കേരള. എല്ലാവർക്കും വെജ് കേരളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും പിന്നെ ഒരു ഹൈപ്പും കൂടെ തരാൻ മറക്കല്ലേ. ആദ്യം നമുക്ക് ബൺ ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്കായിട്ട് ഒരു 4 മുതൽ 5 കപ്പ് വരെ ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ലി മാവ് നമ്മൾ എടുത്തിട്ടുണ്ട്. പറയുമ്പോൾ നമ്മൾ ബൺ ദോശ എന്നാണെങ്കിലും ഇഡ്ലി മാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ മാവ് വേണ്ടത്. ഇതിൻ്റെ റെസിപ്പി, മാവിൻ്റെ റെസിപ്പി ഏറ്റവും അവസാനം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇഡ്ലിക്കായിട്ട് ഞാൻ വേറെ മാവ് അരയ്ക്കാറുണ്ട്, അതിൻ്റെ റെസിപ്പി പിന്നീട് ഒരിക്കലും ഞാൻ ഇടാം കേട്ടോ. ഇനി ആദ്യം ഇതിലേക്ക് കുറച്ച് റോ ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർക്കണം. ആദ്യം ചേർക്കുന്നത് 1/2 കപ്പ് പൊടിയായി അരിഞ്ഞ ഉള്ളിയാണ്, വല്യുള്ളി. അടുത്തതായി നമ്മൾ ചേർക്കുന്നത് 1/2 കപ്പ് ചീകിയെടുത്ത ക്യാരറ്റ്. കൂടെ തന്നെ നല്ല പൊടിയായിട്ട് അരിഞ്ഞ മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്തിനാ പൊടിയായിട്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുമ്പോൾ അത് വായിന്ന് വലിച്ചെടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മാവ് ഓൾറെഡി ഉപ്പ് ചേർത്തതാണ് കേട്ടോ. നമ്മുടെ ബൺദോശ മാവ് പകുതി റെഡിയായി. ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ വഴറ്റി ചേർക്കണം. അതിനുവേണ്ടി ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ചെറിയ പാൻ മതി, താളിപ്പിൻ്റെ. അതിലേക്ക് 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്തത്. എണ്ണയൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ആദ്യം നമ്മൾ ചേർക്കുന്നത് കടുക് 1.5 ടീസ്പൂൺ, ഉഴുന്നുപരിപ്പ് 1.5 ടീസ്പൂൺ, ജീരകം ഒരു 1/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം. കടുകും ജീരകവും ഒന്ന് പൊട്ടി വരുന്നത് വരെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അത് രണ്ടും പൊട്ടി തുടങ്ങുമ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് വറുത്ത നിലക്കടല ഒരു 1/3 കപ്പ്, ഏകദേശം 80 ഗ്രാമോളം വരും. പച്ചമുളക് ഒരു 2-3 എണ്ണം വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തത് ചേർത്തിട്ട് വീണ്ടും ഇളക്കാൻ തുടങ്ങാം. പച്ചമുളകൊന്ന് ചെറുതായിട്ടൊന്ന് നിറം മാറുന്നത് വരെ, ഏകദേശം ഒരു 10-15 സെക്കൻഡ്. ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കറിവേപ്പില ഒരു 2 തണ്ട്, പിന്നെ ചതച്ച മുളക് 1 മുതൽ 1.5 ടീസ്പൂൺ വരെ ചേർക്കാം. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പച്ചമുളക് ചേർക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഫ്ലെയിം ഒന്ന് കുറച്ച് ലോയിലേക്ക് ആക്കി വെച്ചു കൊടുത്തോളൂ കേട്ടോ. കറിവേപ്പില ഒന്ന് ക്രിസ്പായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത ഈ താളിപ്പ് മുഴുവനായിട്ടും മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. തവി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തോളൂ കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 2 ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുണ്ട്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കായത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ. ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആവട്ടെ. ആ കളറും മണവും രുചിയും എല്ലാം ഒന്ന് ബ്ലെൻഡ് ആവുന്ന വിധത്തിൽ മിക്സ് ആക്കി കൊടുക്കുക. ഇപ്പോൾ മാവ് റെഡിയാണ്. ഇനി നമുക്ക് ബൺ ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെക്കാം. നേരത്തെ നമ്മൾ താളിക്കാൻ ഉപയോഗിച്ചിരുന്ന അതേ പാൻ തന്നെയാണ്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു 2 തവി, ഏകദേശം 1/2 കപ്പിൻ്റെ അടുത്തുണ്ടാവും, ബൺ ദോശ മാവ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അറിയാലോ, താളിപ്പിൻ്റെ പാൻ പോലെയുള്ള ചെറിയ പാനാണ് ബൺ ദോശയ്ക്ക് ആവശ്യമുള്ളത്. ഇനി ഒരു ഹോളില്ലാത്ത ചെറിയ അടപ്പ് വെച്ചിട്ട് ഞാനിത് അടച്ചു വെക്കുകയാണ്. ഒരു 3 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ കുക്ക് ചെയ്യട്ടെ. ശേഷം തിരിച്ചിട്ട് ഒരു 4 to 5 ഡ്രോപ്സ് ഓഫ് ഓയിൽ മാത്രം ഒന്ന് ഒഴിച്ചിട്ട് വീണ്ടും അടച്ചു വെച്ച് 1.5 മിനിറ്റ് നേരം വേവിക്കാം. അതിനുശേഷം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബൺ കൃത്യമായിട്ട് വെന്ത് കിട്ടും. ഓർമ്മ വെക്കണം, 3 മിനിറ്റ് 1.5 മിനിറ്റ്. ഇത് കണ്ടോ, 2 സൈഡും കൃത്യമായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഉൾഭാഗവും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിത് മുറിച്ച് കാണിച്ചു തരാം. ഇത് കണ്ടോ, കുറച്ചൊരു പരന്നാണ് ഇരിക്കുന്നത്. അത് കാരണം എൻ്റെ ആ പാനിൻ്റെ അടി കുറച്ച് ഫ്ലാറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കുറച്ചുകൂടി കുഴിവുള്ള പാത്രമാണെങ്കിൽ കറക്റ്റ് ബണ്ണിൻ്റെ ഷേപ്പിൽ കിട്ടും നമുക്ക്. ഇനി നമുക്ക് ഗാന്ധി സമ്മന്തി അല്ലെങ്കിൽ കാന്തി സമ്മന്തി എന്നും പറയും, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിൽ കുക്കിംഗ് ഒന്നുമില്ല കേട്ടോ, വളരെ വേഗം ഉണ്ടാക്കാൻ പറ്റും. 2 മീഡിയം ടു ലാർജ് സൈസിലുള്ള 2 വല്യുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് സെർവ് ചെയ്യുന്നത് 1-2 ടീസ്പൂൺ ആയിട്ടാണ്. ഇപ്പം ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു 3 ബൺ ദോശയ്ക്ക് കൂടെ കഴിക്കാൻ വേണ്ട അളവിലാണ് കേട്ടോ.
ഇതിൻ്റെ കണ്ണുഭാഗം അല്ല കണ്ണോ മൂക്കോ എന്താണ് നമ്മൾ പറയാന്ന് എനിക്കറിയില്ല, കണ്ണ് എന്നാണെന്ന് തോന്നുന്നു. ആ ഭാഗം റിമൂവ് ചെയ്യാണ്. ഇല്ലെങ്കിൽ ചമ്മന്തി അരച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിനൊരു കയ്പ്പ് രസം വരും. അത് മാത്രം റിമൂവ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് വലിയ ചങ്ക്സ് ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ചുമന്ന മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ. അത് കശ്മീരി ചില്ലി വെച്ചിട്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. രണ്ടും നമുക്ക് ഒരു മിക്സർ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത്, പൊടിയുപ്പാണ് ചേർക്കുന്നത്, നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ചൂടാക്കി നല്ലോണം ചൂടാക്കി ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ട്രഡീഷണലി ഇതിൽ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇനി മറ്റേതെങ്കിലും വെജിറ്റബിൾ ഓയിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാന്ധി സമ്മന്തി അല്ലെങ്കിൽ കാന്തി സമ്മന്തി ഇവിടെ റെഡിയാണ്. ഇതിന് ഈ പേര് വരാൻ എന്താ കാരണം എന്ന് ആർക്കെങ്കിലും അറിയെങ്കിൽ എനിക്കും കൂടെ ഒന്ന് പറഞ്ഞു തരണേ. നല്ലൊരു സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ ബൺദോശയും ഗാന്ധി സമ്മന്തിയും. ഒന്ന് സിമ്പിൾ ഫ്ലേവറാണ്, ഒന്ന് നല്ല ലോഡഡ് ഫ്ലേവറാണ്. അപ്പം രണ്ടും കൂടെ നന്നായിട്ട് പോവും. ഇനി ബൺദോശയുടെ മാവിൻ്റെ റെസിപ്പി വേണ്ടേ? ബേക്കിംഗ് സോഡ ചേർക്കാത്ത ഈ മാവിൻ്റെ റെസിപ്പി: പച്ചരി അല്ലെങ്കിൽ ഇഡ്ലി അരി 3 കപ്പ്, ഉഴുന്നുപരിപ്പ് 1/2 കപ്പ്, ഉലുവ 1.5 ടീസ്പൂൺ, നന്നായിട്ട് ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള അവല് 1/2 കപ്പ്. ഇത്രയാണ് ഇതിൻ്റെ ഇതിൽ ഒട്ടും സോഡ ചേർത്തിട്ടില്ല. സോഡ ചേർക്കാത്തത് കൊണ്ട് ഇത് അധികം എണ്ണ കുടിക്കുകയില്ല കേട്ടോ. ഇതൊക്കെ കൂടെ മിനിമം 5 മണിക്കൂറെങ്കിലും കുതിർത്ത് വെച്ച് നന്നായിട്ട് അരച്ച് ഓവർനൈറ്റ് ഫെർമെൻറ്റ് ചെയ്ത മാവാണ് നമ്മൾ ഇന്ന് ഉപയോഗിച്ചത്. അപ്പം ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ, കമൻറ്റിലിട്ടാൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.